നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ ആളിക്കത്തുന്നു. സ്വന്തം ശവക്കുഴി തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമനേയി തോണ്ടിയിരിക്കുന്നത്. ഇത്രയും കാലം ഇറാന്റെ അകത്ത് പല രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടായിരുന്നു ഇറാൻ കൊമ്പുകോർത്തിരുന്നത്. ഒരു ഘട്ടത്തിൽ ആണവായുധം വരെ എടുത്തുള്ള ആക്രമണത്തിന് ഇറാൻ മുതിരുമെന്നുള്ള പരസ്യ വെല്ലുവിളി അടക്കം ഉയർന്നു. പക്ഷെ ഇപ്പോൾ ഇറാൻ സ്വന്തം രാജ്യത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും സ്ത്രീകളും കുട്ടികളും എല്ലാവരുമാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ അയത്തുള്ള അലി ഖമനേയി ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ വളരെ ഭയാനകമാണ്. എന്നിരുന്നാലും തങ്ങളുടെ ഭാഗത്തു നിന്ന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരടി പുറകോട്ടില്ല. ഇനിയെങ്കിലും ഇറാൻ സ്വതന്ത്രമാകണം, തങ്ങൾക്ക് ഭയമില്ലാതെ അവിടെ ജീവിക്കാൻ സാധിക്കണം എന്നുള്ള രണ്ടും കൽപ്പിച്ചുള്ള മുന്നേറ്റമാണ് ഇറാനിലെ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തോടുള്ള എതിർപ്പ് രാജ്യത്തെങ്ങും കത്തിപ്പടരവേ ഇറാനിൽ പ്രതിഷേധത്തിനിടെ സ്ത്രീകൾ സിഗരറ്റ് പുകച്ചുകൊണ്ട് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ ഫോട്ടോ കത്തിക്കുന്ന ചിത്രങ്ങളാണ് വൈറലായിരിക്കുന്നത്. ഏകാധിപത്യം തുലയട്ടെ എന്ന മുദ്രാവാക്യവുമായി തെരുവിൽ പ്രതിഷേധിക്കുന്ന ഇറാനിയൻ ജനതയുടെ പോരാട്ട വീര്യത്തിന് കരുത്ത് പകരുകയാണ് ഈ ചിത്രങ്ങൾ. ഇത്തരം ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അതിവേഗം പ്രചരിക്കുന്നുണ്ട്. ലോകമെമ്പാടും ആയിരക്കണക്കിന് തവണ ഈ ചിത്രങ്ങൾ പങ്കുവെക്കുകയും വീണ്ടും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ രീതി പ്രതിരോധത്തിന്റെ ശക്തമായ ചിഹ്നമായി മാറിയിട്ടുണ്ടെന്നും നിയന്ത്രണങ്ങൾ കർശനമാക്കുമ്പോഴും അധികാരികൾക്ക് ഇത് തടയാൻ പ്രയാസമാണെന്നും നിരീക്ഷകരടക്കം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഭരണകൂടത്തിൽ ഖമേനി ഭരണകൂടത്തിന് കീഴിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ്. ഒരു ഹിജാബ് കൃത്യമായി ധരിക്കാത്തതിൻ്റെ പേരിലടക്കം നിരവധി സ്ത്രീകൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തെരുവിൽ ജീവൻ കളഞ്ഞിട്ടുള്ള സ്ത്രീകളും വേറെ. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ പ്രതിഷേധം ഇത്തരത്തിൽ സ്ത്രീകൾ അവിടെ കാണിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സമ്മർദ്ദവും നേരിടുന്ന സമയത്താണ് അവകാശ ലംഘനങ്ങളും ചർച്ചയാകുന്നത്. കുതിച്ചുയരുന്ന പണപ്പെരുപ്പം, കുത്തനെ ദുർബലമാകുന്ന കറൻസി, വർദ്ധിച്ചു വരുന്ന ഭക്ഷ്യവില എന്നിവ രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിൽ പൊതുജനരോഷം ആളിക്കത്തിക്കുകയാണ്. ഭരണകൂടവുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കളുടെ ചിത്രങ്ങൾ കത്തിക്കുകയും പ്രതികൾ നശിപ്പിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാനിയൻ നിയമപ്രകാരം പരമോന്നത നേതാവിന്റെ ചിത്രം കത്തിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. സ്ത്രീകളെ ദീർഘകാലമായി നിയന്ത്രിക്കുന്ന സമൂഹം പൊട്ടിത്തെറിയുടെ വക്കിലാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. നിർബന്ധിത ഹിജാബ് നിയമം ഉൾപ്പെടെയുള്ള കർശന സാമൂഹിക നിയമങ്ങളെയും സ്ത്രീകളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലുള്ള പരിമിതികളെയും പ്രതിഷേധക്കാർ ബോധപൂർവം നിരസിക്കുന്നതായാണ് ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2022 ശിരോവസ്ത്രം ധരിക്കാത്തതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത മഹ്സ അമിനി എന്ന യുവതി കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്നുണ്ടായ പ്രസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രതിഷേധ രീതി. വലിയ തോതിലുള്ള തെരുവ് പ്രകടനങ്ങൾ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഓൺലൈനിൽ പെട്ടെന്ന് തന്നെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രതിരോധം മാറി. ഇത്തരം വീഡിയോകളുടെ വർദ്ധിച്ചു വരുന്ന പ്രചാരം ഈ പ്രവണതയെ ആഗോള ഡിജിറ്റൽ പ്രതിഭാസമായി മാറിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇത് ഇറാനിയൻ സ്ത്രീകളുടെ പ്രതിരോധത്തെ അന്താരാഷ്ട്ര ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ഇറാൻ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്ന രീതിയിലേക്ക് വളരുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ നേതൃത്വത്തിൽ ടീം 12 സംഘം ക്രൂരന്മാരുണ്ട്. ഇവരുടെ കഥകൾ മുൻപും പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത് പറയാൻ കാരണം ഇവർ ചെയ്യാത്ത അതിക്രമങ്ങളില്ല. 2022 ഹിജാബ് ശരിക്കും ധരിച്ചില്ല എന്ന് പറഞ്ഞ് മഹ്സ അമിനി എന്ന യുവതിയെ പോലീസ് തല്ലിക്കൊന്നപ്പോൾ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ അടിച്ചൊതുക്കിയതും ഇവരാണ്. മഹ്സയുടെ മരണത്തെ തുടർന്ന് മാസങ്ങളോളം നീണ്ട സംഘർഷത്തിൽ 500ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 71 പേർ പ്രായപൂർത്തിയാകാത്തവരുണ്ടായിരുന്നു. 100 കണക്കിന് പേർക്ക് പരിക്കേറ്റു. 10,000-ഓളം സ്ത്രീകൾ തടവറയിൽ അടയ്ക്കപ്പെട്ടു. 7 പേരെ തൂക്കിലേറ്റിയതും ബാക്കിയുള്ളവർ പോലീസ് വെടിവയ്പിലും മർദ്ദനത്തിലുമൊക്കെയായി കൊല്ലപ്പെട്ടു. മഹ്സയുടെ 40ാം ചരമദിനത്തിന്റെ അന്ന് ഒത്തുകൂടിയവർക്ക് നേരെയും പോലീസ് വെടിയുതിർത്തു. സ്ത്രീകൾ എന്ന പരിഗണനയും ആർക്കും കിട്ടിയില്ല. കുട്ടികളടക്കം 50-ൽ-അധികം പേർ ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ട അതിരൂക്ഷമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രതിഷേധക്കാർക്ക് മുന്നിൽ അധികൃതർ പിന്നോട്ടില്ലെന്ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ രാജ്യം കടുത്ത രക്തച്ചൊരിച്ചിലേക്ക് നീങ്ങുമെന്നും ആശങ്കയുണ്ട്.
ഡിസംബർ 28-ന് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ട ശേഷം ആദ്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഖമേനി പ്രക്ഷോഭകാരികളെ അക്രമികൾ എന്നും അട്ടിമറിക്കാർ എന്നുമാണ് വിശേഷിപ്പിച്ചത്. വിദേശ ശക്തികളുടെ അജണ്ട നടപ്പിലാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരെടുത്ത് പറയാതെ മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റിനെ സന്തോഷിപ്പിക്കാൻ സ്വന്തം തെരുവുകൾ നശിപ്പിക്കുകയാണ് ഇവരെന്നും ഖമേനി കുറ്റപ്പെടുത്തി. പ്രതിഷേധക്കാരെ കൊന്നൊടുക്കിയാൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലായിരുന്നു ഈ പ്രതികരണം. കറൻസിയുടെ മൂല്യത്തകർച്ചയിലാണ് ഇപ്പോഴത്തെ പ്രതിഷേധം തുടങ്ങിയതെങ്കിലും അത് പിന്നീട് രാജ്യത്തെ രാഷ്ട്രീയ പരിഷ്കരണത്തിനും ഭരണമാറ്റത്തിനുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയുള്ള പ്രക്ഷോഭമായി മാറുകയായിരുന്നു. തലസ്ഥാനമായ ടെഹ്റാനിലെ സദാന്താബാദ് ജില്ലയിൽ ഖമേനിക്ക് മരണം എന്ന മുദ്രാവാക്യങ്ങളുമായി ജനങ്ങൾ തെരുവിലിറങ്ങി. മഷാദ്, തബ്രീസ്, ഗോം തുടങ്ങിയ നഗരങ്ങളിൽ വൻ പ്രക്ഷോഭങ്ങൾ നടന്നു. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് നിലവിലുണ്ടായിരുന്ന സിംഹവും സൂര്യനും അടയാളപ്പെടുത്തിയ പതാക ഉയർത്തിയാണ് പലയിടത്തും ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. പലയിടത്തും പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി. ഗോനാബാദിലെ ഒരു ഷിയ സെമിനേരിക്ക് നേരെയും പ്രതിഷേധക്കാർ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷാ സേനയുടെ നടപടികളിൽ ഇതുവരെ 9 കുട്ടികളടക്കം 51 പേർ കൊല്ലപ്പെട്ടതായും നോർവേ ആസ്ഥാനമായുള്ള ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് വ്യക്തമാക്കി. 2270-ലധികം പേർ തടങ്കലിലായിട്ടുണ്ട്. പ്രതിഷേധക്കാരുടെ കണ്ണുകൾ ലക്ഷ്യം വെച്ചാണ് സൈന്യം വെടിയുതിർക്കുന്നതെന്നും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നു. റൈഫിളുകളും പെല്ലറ്റ് ഗണ്ണുകളും ഉപയോഗിച്ചാണ് അടിച്ചമർത്തൽ. വ്യാഴാഴ്ച മുതൽ രാജ്യം പൂർണ്ണമായും ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ടിലാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ പുറംലോകം അറിയാതിരിക്കാനാണ് ഈ നീക്കമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ആരോപിച്ചു. നാടുകടത്തപ്പെട്ട മുൻ ഷാ ഭരണാധികാരിയുടെ മകൻ റസ പഹ്ലവി പ്രതിഷേധങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് വീണ്ടും തെരുവിലിറങ്ങാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 10,000-കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും അവർ ഉടൻ പക്ഷം മാറുമെന്നും പഹ്ലവിയുടെ സംഘടന അവകാശപ്പെട്ടു. ഇറാനിലെ സ്ഥിതിഗതികൾ ഫ്രാൻസ്, ജർമ്മനി, UK എന്നീ രാജ്യങ്ങൾ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഷേധക്കാരെ കൊല്ലുന്നത് നിർത്തണം ും ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും അവർ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. അതേസമയം ഇറാൻ ഭരണാധികാരികളെ ഡൊണാൾഡ് ട്രംപ് താക്കീത് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വെടിയുതിർക്കാൻ തുടങ്ങിയാൽ ഞങ്ങളും വെടിയുതിർക്കും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചാരന്മാർ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനമാണെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതിഷേധക്കാർക്ക് മാപ്പില്ലെന്നും പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും ജുഡീഷ്യറി മേധാവി ഗുലാം ഹുസൈൻ മൊസൈനിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.